സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവാസനത്തിലേക്ക് നമുക്ക് അടുത്തു വരുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാനും കർത്താവ് നൽകി തന്ന ഈ നല്ല സമയത്തിനായി, സാവകാശത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ബഹുമാനിയ ദേവദാസൻ പറയീസ് കുടുംബം, അത് അവിടെയുള്ള അയക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. അനേക വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ ഈ സൂം മീറ്റിങ്ങിൽ കൂടെ നമുക്ക് ദൈവസന്നതയിലായിരിക്കാൻ കൊണ്ടും കർത്താവ് സാവകാശമൊരുക്കിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് മുഖവരെ കൂടാതെ വണ്ണം ദൈവവചന പഠനത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ സമയത്തെ വേർതിരിപ്പാൻ കൊണ്ടും ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള അയക്കുന്ന വേദഭാഗങ്ങളാണ് ഞാൻ ധ്യാനത്തിനായിട്ട് വായനയ്ക്കായിട്ട് എടുക്കുന്നത്. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നു. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സുഹൃസ്ത പിതാവേ, നിന്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. നിന്റെ തിരുവചനം ഞങ്ങൾക്ക് വായിപ്പാന്റെ കൊണ്ടയായി തന്നല്ലോ. ആ ദൈവവചനത്തിലൂടെ ഇന്ന് രാത്രികാലം താവേ ഞങ്ങളെ ശ്രദ്ധിക്കുന്നതായ ദൈവജനത്തിന് താവേ ഒരു അനുഗ്രഹമായി തീരുവാന്റെ സുഖത്തിലെ ദൈവം ഇടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറയിൽ ഞങ്ങളെ മറയ്ക്കണമേ. എളിയവനെയും ക്രൂശിന്റെ മറയിലേക്ക് ഏൽപ്പിക്കുന്നു. തിരുനാമത്തിൽ ദൈവജനം ശുശ്രൂഷിപ്പാൻ കൃപ സഹായിച്ചാട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ സുഖസ്ഥ പിതാവേ, ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടത് നമുക്കെല്ലാവർക്കും സുപരിചിതവുമായിരിക്കുന്ന ഒരു ദൈവജന ഭാഗമാണ് ഇന്ന് രാത്രി നമ്മുടെ ധ്യാനത്തിന് വേണ്ടി വായിപ്പാന്റെ ഇടയായി തീർന്നത്. നമുക്കറിയാം, പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ നിന്നുമാണ് നമുക്ക് വായിപ്പാന്റെ ഇടയായി തീർന്നത്. പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള അയക്കുന്ന വേദഭാഗങ്ങൾ അപ്പോസ്തലനായ പത്രോസിൽ കൂടെ അത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പ്രവചന വിഷയമാണ് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. ആ പ്രവചന വിഷയത്തെ ആധാരമാക്കി അത് ഇന്ന് ചില ദൈവാത്മാവ് നൽകി തന്നിരിക്കുന്ന ചില ചിന്തകൾ നിങ്ങളോട് ഒന്നിച്ച് പങ്കിടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന പ്രിയസലോ. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് അവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പ്രിയസലോ, ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വേദഭാഗത്ത് പറയപ്പെട്ടിരിക്കുന്ന 2 അതിപ്രധാനമായിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം. 2 അതിപ്രധാനമായ വാഗ്ദത്തങ്ങളെയാണ് ഈ 9 മുതൽ 13 വരെയുള്ള വേദഭാഗത്തിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിൽ കൂടെ നമുക്ക് നൽകി തരുവാൻ കൊണ്ടടിയായി തീർന്നിരിക്കുന്ന പ്രിയസലോ. ഈ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകതകളുണ്ട് പ്രിയസലോ. വേദപുസ്തകത്തിൽ 365 ദൈവിക വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നാണ് വേദപണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസത്തിനും ഓരോ വാഗ്ദത്തം വീതം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശലോ, ആ ദൈവിക വാഗ്ദത്തത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പത്രോസിന്റെ 1 പത്രോസിന്റെ തന്നെ അതിന്റെ 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ
അതിമഹത്തായതും വിലയേറിയതുമാണ്. ആ വാഗ്ദത്തങ്ങൾ എന്തിനു വേണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്? അവിടെ അടുത്ത് വായിക്കുന്നു, ഇവയാൽ അഥവാ ദൈവത്തിന്റെ വാഗ്ദത്തത്താൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരേണ്ടി വരുന്നു. അപ്പോൾ ലോകത്തിൻ മോഹത്താലുള്ള നാശങ്ങൾ വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് നൽകി തന്നിരിക്കുന്നത് എന്ന് തിരുവെഴുത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്ന റീസുള്ളൂ. മാത്രമല്ല, ഈ ദൈവിക വാഗ്ദത്തത്തിന്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം അവനിൽ ഉവ്വ് എന്നുള്ളതാണ്. റീസലോ, വാഗ്ദത്തങ്ങളൊന്നും പാഴായി പോകുന്നതല്ല, അതെല്ലാം ഉവ്വ് എന്നുള്ള അതാണ് എന്ന് തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. ആ ദൈവീക വാഗ്ദത്തങ്ങളെ നമുക്ക് എങ്ങനെയാണ് പ്രാപിക്കുവാൻ്റെ ഗുണം സാധിക്കുന്നത് എന്ന് റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ്റെ ഗുണം സാധിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അവൻ വാഗ്ദത്തം ചെയ്തു നിവർത്തിപ്പാൻ ശക്തനെന്ന് ഉറച്ചു. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിപ്പാന്റെ ഗുണം നാം ചെയ്യേണ്ടതായ നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണുവാൻ ഗുണം സാധിക്കുന്നത്. എങ്ങനെ? എന്താണ്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അങ്ങനെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ആ ദൈവിക വാഗ്ദത്തങ്ങളെ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ്റെ ഗുണം സാധിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മൾ താഴോട്ട് വായിച്ച വേദഭാഗത്തിൽ നമ്മുടെ കുറിവാക്യത്തിൽ നമ്മൾ കാണുവാൻ്റെ ഗുണം സാധിക്കുന്നത് 2 പ്രധാന ദൈവിക വാഗ്ദത്തങ്ങളെയാണ് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വരച്ചു കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഗുണം സാധിക്കുന്നു. അതിൽ ഒന്നാമത്തെ ദൈവത്തിന്റെ വാഗ്ദത്വം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ള വാഗ്ദത്വമാണ്. അവിടെ നമുക്ക് കാണാൻ വായിച്ചതായ വേദഭാഗത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്ന വാഗ്ദത്വമാണ് ഒന്നാമത്തെ വാഗ്ദത്വം എന്ന് നമുക്ക് കാണുവാൻ ഗുണം സാധിക്കുന്നത്. 2-ാമത്തെ വാഗ്ദത്വം അതിന്റെ 13-ാമത്തെ വാക്യത്തിലാണ്. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ നാം അവന്റെ വാഗ്ദത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ വാഗ്ദത്വം എന്ന് പറഞ്ഞാൽ പുതിയ ആകാശം പുതിയ ഭൂമിയും എന്ന വാഗ്ദത്വമാണ്. അപ്പൊ ഒന്നാമത്തെ വാഗ്ദത്വം കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അഥവാ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്ന വാഗ്ദത്വം. 2 പുതിയ ആകാശം പുതിയ ഭൂമി എന്ന വാഗ്ദത്വം. ഈ 2 വാഗ്ദത്തങ്ങളെ ഈ ചുരുങ്ങിയ വാക്യങ്ങൾ കൊണ്ട് അപ്പോസ്തലൻ അവിടെ അതിനെ വിശകലനം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഈ 2 വാഗ്ദത്തങ്ങൾ തമ്മിൽ വലിയ കാലയളവിന്റെ അന്തരമുണ്ട്. റീസലോ, ഒന്നാമത്തെ വാഗ്ദത്വം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവ് എന്നുള്ളതാണ്. റീസലോ, ഏറ്റവും കുറഞ്ഞത് ഈ ഒന്നാമത്തെ വാഗ്ദത്വമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്ന വാഗ്ദത്വവും പുതിയ ആകാശം പുതിയ ഭൂമി എന്ന വാഗ്ദത്വവും നമ്മളിൽ ഏറ്റവും കുറഞ്ഞത് 1007 വർഷക്കാലത്തെ അകൽച്ചയുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ഇത്ര വിശാലമായിരിക്കുന്ന ആ കാലഘട്ടത്തിനുള്ളിൽ നടക്കുന്നതായ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ വളരെ വിശാലമായിരിക്കുന്ന ഒരു ഭാഗത്തെ നമ്മൾ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ബിസ്ലോ, ഈ 2 വാഗ്ദത്വവും നമുക്ക് മുഴുവനായിട്ട് ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ എന്നെനിക്കറിയത്തില്ല. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അവിടെ കടന്നു വരുന്നതായ സമയത്ത് തുടർന്നുള്ള വായിക്കുന്നതായ ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക് ആ ദൈവവചന ഭാഗങ്ങൾ വെളിപ്പാട് പുസ്തകത്തോട് ചേർന്ന് നമുക്ക് ചിന്തിപ്പാനും പഠിപ്പാനുമാണ് ആഗ്രഹിക്കുന്നത്. അത് ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ ആ വായിച്ച വേദഭാഗത്തിന്റെ ഒന്നാമത്തെ വാഗ്ദത്വമായിരിക്കുന്ന അഥവാ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്ന വാഗ്ദത്വം എന്താണ്, അത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ നിന്നും നമുക്ക് ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിപ്പാന്റെ ഗുണം ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് ഏകദേശം 600ഓളം പ്രാവശ്യം നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ ഗുണം സാധിക്കും. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായിട്ട് 600ഓളം പ്രാവശ്യം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ളതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ ഗുണം സാധിക്കുന്നുണ്ട്. ഈ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ള ഈ വിഷയം
നമുക്ക് അതിന്റെ അത് 4 തലങ്ങളെ നമുക്ക് കാണുവാനെ കൊണ്ട് സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള 4 തലങ്ങൾ നമുക്ക് കാണുവാനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തുവോ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നത് അതിന്റെ ആരാണ് ഇതിന് ഈ വാക്തത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ അതേ വീണ്ടും മടങ്ങി വരും എന്നുള്ളതായ കാര്യം. രണ്ടാമത് യേശുക്രിസ്തുവിന്റെ അതേ ശിഷ്യന്മാരായിരിക്കുന്നതായ അപ്പോസ്തലന്മാര് 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ പഠിപ്പിക്കുന്നതായ അതേ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നതായ വിഷയമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം അതേ പഴയ നിയമ വിശുദ്ധന്മാരുടെ വിശ്വാസധാരയായിരുന്നു യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്നുള്ളത്. നാലാമത് ഇത് സ്വർഗീയ ദൂതന്മാർ അതേ പ്രഘോഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വസ്തുതയാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന വിഷയം. അപ്പോൾ 4 വിഭാഗം ആളുകളാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവിടെ അതിപ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതായി 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രീസലോ, ഒന്ന് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് അഥവാ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ മടങ്ങി വരവിന് 2 ആമുഖങ്ങളാണ് ഉള്ളത്. പ്രീസലോ, ഒന്ന് യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് എന്ന് നമുക്ക് വിളിക്കപ്പെടുന്നതായ മേഘപ്രത്യക്ഷത. രണ്ടാമത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യവരവ് എന്ന് വിളിക്കപ്പെടുന്നതായ മഹത്വ പ്രത്യക്ഷത. ഇങ്ങനെ ഈ 2 അതിപ്രധാന വിഷയങ്ങൾ അതേ ക്രിസ്തുവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രീസലോ, ആ വിഷയങ്ങളിൽ നമുക്ക് ദൈവജനത്തിൽ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ 2 ഭാഗവും നമുക്ക് 2ആയിട്ട് വിഭജിച്ച് പഠിക്കുവാനെ കൊണ്ട് സാധിക്കും. ഒന്ന് മേഘപ്രത്യക്ഷതയെ കുറിച്ചും 2 മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചും. പ്രീസലോ, വേദപുസ്തകത്തിൽ ഈ മേഘപ്രത്യക്ഷതയെ കുറിച്ചും മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചും ഉള്ളായിരിക്കുന്ന വിശുദ്ധമായ ദൈവത്തിന്റെ വചനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് 1-2 ഭാഗങ്ങൾ നമുക്ക് ദൈവജനത്തിൽ നമുക്ക് ചിന്തിപ്പാനെ കൊണ്ടേയാകട്ടെ. നമുക്ക് ഒന്നാമത് നമുക്ക് കാണാൻ സാധിക്കുന്നു, അതായത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ നമുക്ക് അവിടെ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരം പ്രാപിച്ച് അവരോടൊന്നിച്ച് ആകാശമേങ്ങി അവനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടും എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ മേഘപ്രത്യക്ഷതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ വിഷയമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത, ആ മേഘപ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാന് അതേ സാധിക്കുന്നതായ അവിടെ കാര്യം കർത്താവ് താൻ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളവും മുഴങ്ങും. അതെ, മുഴങ്ങുകയും അപ്പോൾ ശബ്ദവും ദൈവത്തിന്റെ കാഹളവും മുഴങ്ങുമ്പോൾ അതേ ക്രിസ്തുവിൽ മരിച്ചു പോയതായ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു. അവർ 2 കൂട്ടരും കൂടി ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസം. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ വിശുദ്ധന്മാർ അതേ ഉയർത്തെഴുന്നേറ്റവരും രൂപാന്തരം പ്രാപിക്കപ്പെട്ടു വാങ്ങിക്കുന്ന വിശുദ്ധന്മാർ അവരോട് ഒന്നിച്ചെത്തിയും ആകാശമേങ്ങളിൽ അവനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടും. അപ്പോൾ അവിടേക്ക് എടുക്കപ്പെടും. അപ്പോൾ കർത്താവ് ഇറങ്ങി വരികയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും വിശുദ്ധന്മാർ മേഘത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ മേഘപ്രത്യക്ഷത എന്ന് കാണുവാൻ സാധിക്കും. ആ എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇത് എന്തിനു വേണ്ടിയാണ്, ആരെ ചേർക്കുവാനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് യേശു വീണ്ടും വരുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ. അപ്പോൾ മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത് തൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കപ്പെട്ടതായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ഓഹരിക്കാരായിരിക്കുന്ന അതായത് വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു
വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്ലീസ് ലോ. അപ്പോൾ ഇനിയും അത് അതിന് രണ്ടാമത്തെ പ്രത്യക്ഷതയുള്ള ബന്ധം നമുക്ക് ഈ ചില ഭേദഭാഗങ്ങളോടൊക്കെ അതിനെ കർത്താവിന്റെ രണ്ടാമത്തെ വരനുള്ള ബന്ധം വായിക്കുന്നു. എന്നാൽ ഇതിനു മുമ്പ് ഇനി രണ്ടാമത്തെ പ്രത്യക്ഷതയുടെ രണ്ടാമത്തെ ഘട്ടം അഥവാ മഹത്വ പ്രത്യക്ഷത എന്നാൽ എന്താണെന്ന് യൂദായുടെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യൂദായുടെ ലേഖനം അതിന്റെ 14-15 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യൂദായുടെ ലേഖനത്തിന്റെ 14-15 വാക്യത്തിൽ നമ്മൾ ആ ഭാഗം ഇങ്ങനെയാ വായിക്കുന്നത്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. നോക്കിയേ, ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പ്രീസലോ, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഹാനോക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നതെന്നൊക്കെ നമ്മൾ വായിക്കുന്ന കൊണ്ടിരുന്നു. പക്ഷെ അവിടെ എങ്ങും ഹാനോക്ക് നടത്തിയതായ പ്രവചനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അതേ അപ്പോസ്തലൻ അയക്കുന്ന യൂദ അതേ പഴയ നിയമ പ്രവാചകനായിരിക്കുന്ന ഹാനോക്ക് പ്രവചിച്ച പ്രവചനത്തെ കുറിച്ച് അഥവാ ദൈവത്തോടു കൂടെ നടന്നതായിരിക്കുന്ന ആ ഭക്തൻ പ്രവചിച്ച പ്രവചനത്തെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവരഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം അവനെ എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അപ്പോൾ ഇവിടെ ഹാനോക്ക് പ്രവചിക്കുന്ന പ്രവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ. അപ്പോൾ ന്യായവിധിക്കായി ഇറങ്ങി വരുന്ന യേശു കർത്താവിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് അവിടെ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഒന്ന് അവിടെ ന്യായം വിധിക്കുവാനാണെന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത സകല പ്രവൃത്തികളും നിമിത്തം അവർ തന്നെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്നെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും പോകും. അപ്പോൾ ഭക്തികെട്ട പാപികളെ ന്യായം വിധിപ്പാനായിട്ട് വരുന്ന ന്യായവിധിയുടേതായ വരവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മൂന്നാമത്തെ തെളിവ് അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാ വരുന്നത്? 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രഹസ്യവരവിൽ 1000 വിശുദ്ധന്മാർ അതേ ആകാശമേഘങ്ങളെ താണ്ടി അതേ കർത്താവിന്റെ അടുക്കിലേക്ക് പോവുകയും അതിനുശേഷം 7 വർഷക്കാലം കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നാം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഈ ഭൂമിയിലേക്ക് യേശു കർത്താവും തന്റെ വിശുദ്ധന്മാരും കൂടെ കടന്നു വരുന്ന വരവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന വെളിപ്പാടാണ് അവിടെ യൂദാ അപ്പോസ്തലൻ ഹാനോക്ക് പ്രവചിച്ച പ്രവചനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒന്ന് മേഘപ്രത്യക്ഷത തെസ്സലോനിക്കയിലേക്ക് നമ്മൾ വായിച്ചു. പല വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കാനുണ്ടെങ്കിലും ഞാൻ ആ സമയം അതിനായിട്ട് ഇപ്പം എടുക്കുന്നില്ല. പ്ലീസ്. രണ്ടാമത്തത് മഹത്വ പ്രത്യക്ഷത. അത് യൂദാ അപ്പോസ്തലന്റെ വാക്യത്തിൽ നിന്ന് നമ്മൾ വായിപ്പാൻ കൊണ്ടിരിക്കുന്നു. അങ്ങനെ മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും എന്ന 2 ആമുഖങ്ങളാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന. പ്ലീസോ, അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ളത് ഒരു വലിയ ദൈവമക്കളെ സംബന്ധിച്ചോളം അവരുടെ വളരെ നാം കാത്തിരിക്കുന്ന നമ്മുടെ പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ഒരു ദൈവഭക്തന്റെ പ്രത്യാശയാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്. ആ മടങ്ങിവരവിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ആ കാത്തിരിപ്പിനെ അവിടെയുള്ള ബന്ധത്തിൽ വിശുദ്ധന്മാർ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു കർത്താവ് വരുവാൻ പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി നമ്മൾ ആ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനുള്ള ബന്ധത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ നാം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്.
ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ വായിക്കുന്നത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് വ്യക്തമായിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ പറയുന്ന ഒരു വാക്തത്വമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സന്ദർഭം നമുക്കറിയാം. ഒലിവുമലയിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് കടന്നു പോവുകയും അവിടെ വെച്ച് അവൻ രൂപാന്തര രൂപിയായി തീർന്നുകൊണ്ട് അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അവർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതായ ആ കാഴ്ചയെ കണ്ടുകൊണ്ട് അവര് കർത്താവിന്റെ സ്വർഗാരോഹണം നോക്കി നിൽക്കുമ്പോൾ അതിന് ആ സമയത്ത് സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ ദൂതന്മാർ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു എങ്ങനെ പോകുന്നവനായി നിങ്ങൾ കണ്ടുവോ അതുപോലെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്ന് ദൈവത്തിന്റെ ദൂതന്മാർ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രീസലോ. അപ്പോൾ ഒന്നാമത്തെ തെളിവ്, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാർ പ്രസ്താവിച്ചു, യേശുക്രിസ്തു മടങ്ങി വരും. ഇനി രണ്ടാമത്, യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ മടങ്ങി വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. കർത്താവ് പറയുന്നതായ പദപ്രയോഗമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ യേശുക്രിസ്തുവിനോ എന്റെ വരവിനെ കുറിച്ച് കേൾക്കപ്പെട്ടപ്പോൾ മാനസികമായി വിഷാദത്തിലേക്ക് തീർന്നതായ ശിഷ്യന്മാരോട് യേശു പറയുന്ന ഒരു പദപ്രയോഗമാണ്. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ, ഞാൻ നിങ്ങളോട് പറയുവാൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളൂ. അപ്പോൾ യേശു പറയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടിയാണ്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളൂ. അപ്പൊ നോക്കിയേ, യേശുക്രിസ്തു തന്നെ പറഞ്ഞു, തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരും എന്ന് കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പറയുവാൻ കോണടിയായി തീർന്നു. പ്രീസലോ. അപ്പോൾ ഒന്ന്, ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞു അവൻ മടങ്ങി വരുമെന്നുള്ളതായ കാര്യം. 2, യേശു പറഞ്ഞു അവൻ മടങ്ങി വരുമെന്നുള്ളത്. 3, അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലായിരുന്നു. അത് നമ്മൾ തെസ്സലോനിക്കയിൽ നമ്മൾ വായിച്ചു. കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്നുള്ള കാര്യം നമുക്ക് അവിടെ വായിപ്പാന്റെ കോണടിയായി തീർന്നു. അപ്പോൾ ആ ശിഷ്യന്മാരുടെ പുതിയ നിയമ സഭയിൽ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കലായിരുന്നു നിങ്ങളുടെ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. 4, പഴയ നിയമ വിശുദ്ധന്മാരുടെ പ്രത്യാശയായിരുന്നു രക്ഷകനായ യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ള അയക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഇയ്യോബ് ഇപ്രകാരം പറയുവാൻ കോണടിയായി തീർന്നത്, ഞാൻ എന്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എന്റെ വീണ്ടെടുപ്പുകാരനേക്കാൾ ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്നും എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു.
എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ഞാൻ അവനെ കാണുമെന്ന് ഒരു പ്രത്യാശ പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ പഴയ നിയമ ഭക്തന്മാര് അഥവാ ആദാം മുതലുള്ളായിരിക്കുന്ന വിശുദ്ധന്മാരുടെ പ്രത്യാശയായിരുന്നു യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ളത്. യേശുക്രിസ്തുവിന്റെ അതിന് വരവിനെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും വ്യക്തമായിട്ട് ആ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, യെശയ്യാ പ്രവചനമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച്, അവന്റെ കന്യകാ ജനനം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകള്, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങള്, ഇവയെല്ലാം അവിടെ അക്കമിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാവി രാജ്യ ഭരണത്തെ കുറിച്ചൊക്കെയും യെശയ്യാ പ്രവാചകൻ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ചിന്തിച്ചു വരുന്ന ആ വേദഭാഗത്തിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് നമുക്ക് അപ്രകാരമുള്ള വായിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. പ്രീസലോ, ഇനി ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യപുത്രൻ മഹാശക്തിയോടും തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. അപ്പോൾ നോക്കി, മനുഷ്യപുത്രൻ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത്, മേഘത്തിൽ വരുന്നത് അവർ കാണും. അടുത്തത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു: ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. അങ്ങനെ ഈ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ 7, 20 വാക്യങ്ങളിൽ വീണ്ടും പറയുകയാണ് യേശുക്രിസ്തു അവൻ വേഗത്തിൽ വരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രീസലോ, അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ദൈവവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. പ്രീസലോ, അതിന് ആ എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം ഞാൻ മുമ്പേ ഓർപ്പിച്ചതാണ്. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചും രണ്ടാമത്തെ വരവിനെ കുറിച്ചും അസന്നിഗ്ധമായിട്ട് ആ വാക്യത്തിൽ നമ്മളോട് പറയുകയാണ്. ഒന്നാമത്തെ വരവിനെ കുറിച്ച് പറയുന്നത് ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അത് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലുള്ളതായിരിക്കുന്ന ഐഹിക ജീവിതകാലത്തെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെയും അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവത്തിനെ കുറിച്ചാണെങ്കിൽ അടുത്ത് പറയുകയാണ് അർപ്പിക്കപ്പെട്ടു, ആ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാകുന്നു എന്ന് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ തിരുവെഴുത്തുകളിലെല്ലാം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് നമുക്ക് ദൈവജനത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നത്. എപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്? അതിനെക്കുറിച്ച് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശുവിന് മറുപടി മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്ന: ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എപ്പോഴാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് യേശു പറയാണ്, ആ നാളും നാഴികയും സംബന്ധിച്ച് സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനും കൂടെ അറിയത്തില്ല, അത് ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു വസ്തുതയാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നതായ കാര്യം, അങ്ങനെയാണെങ്കിൽ നാം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നത്? എല്ലാ കാലഘട്ടങ്ങളിലുള്ളതായിരിക്കുന്ന ആളുകളുടെ ഒരു പ്രതീക്ഷയാണ്. ഞാൻ പറഞ്ഞില്ലേ, 2000-ൽ പരം വർഷങ്ങളായിട്ട് വിശുദ്ധന്മാർ കാത്തിരിക്കുകയാണ്. എന്താണ് യേശുക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നത് എന്ന് അനേക ദേവദാസന്മാർ ചോദിക്കുന്നതായി നാം കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഭക്തനായിരുന്ന വിദ്വാൻ കുട്ടിയച്ചൻ പാടി, താമസം എന്തേ
വരുവാൻ എന്ന് പാടുവാൻ തോന്നുന്നു. അങ്ങനെ അത് ആ യേശുക്രിസ്തുവിന്റെ വരവിനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന അനേക ഭക്തന്മാരുടെ ആ പ്രതീക്ഷകൾ അവരുദ്ദേശിച്ചതായ സമയത്ത് യേശു വന്നില്ല. എപ്പോഴാണ് വരുന്നതെന്ന്, യേശുക്രിസ്തുവിന്റെ വരവ് എപ്പോഴാകുന്നു എന്ന് ആർക്കും അറിയത്തില്ല എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. ഈശോ എന്നാൽ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ തന്നെ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ അഥവാ മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അല്ലെങ്കിൽ മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. ദൈവത്തിന് തന്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യവർഗം നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും മാനസാന്തരപ്പെട്ട് അത് ആ ദൈവത്തിന്റെ മക്കളായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ട് അവൻ ദീർഘക്ഷമാണ്, നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, സിംഗപ്പൂരിൽ പാർക്കുന്നതായ അനേക ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും സത്യദൈവത്തെ അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെയും ഞങ്ങളുടെയും നമ്മുടെയും ഒന്നിച്ചുള്ള മാതൃരാജ്യമായിരിക്കുന്ന ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതായിരിക്കുന്ന ആ പോപ്പുലേഷൻ ഉള്ളതായിരിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറ്റപ്പെട്ടു. ചൈനയെ കാരണവും കൂടുതൽ ജനസംഖ്യ ഇപ്പോൾ ഇന്ത്യയിലാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, കോടിക്കണക്കിന് ജനം ഇന്നും ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നതെന്നുള്ള ചോദ്യത്തിന് പത്രോസ് പറയാണ്, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നത്. പ്രീസലോ, നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സകല ഭൂസീമവാസികളും ആയുള്ളവരെ എല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പീൻ. അപ്പോൾ സർവ ഭൂസീമവാസികളെയും ദൈവം ക്ഷണിക്കുകയാണ്. ഇതിനു വേണ്ടി രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി. പ്രീസലോ, അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗമാണ് തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ തകർത്ത് ആ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകി തരുവാൻ കോണം ഇടിയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് മാനവകുലത്തിന്റെ മുഴുവനും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം ഒരുക്കിയതായിരിക്കുന്ന രക്ഷാമാർഗമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. അവിടേക്കാണ് ക്ഷണിക്കുന്നത്, ആ ക്രൂശിലേക്കാണ് ലോകത്തുള്ള സകല ജാതി മതസ്ഥരെയും കർത്താവ് ക്ഷണിക്കുന്നത്. പ്രീസലോ, ആ ക്രൂശിൽ കൂടി നിങ്ങൾക്ക് ജീവരക്ഷ പ്രാപിക്കാം. പ്രീസലോ, നാം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ സോദോം ഗൊമോറ എന്നീ പട്ടണങ്ങളെ ദൈവം ഭസ്മീകരിക്കുമ്പോൾ അഥവാ നശിപ്പിക്കുന്ന സമയത്ത് ലോത്തിനെയും അവന്റെ ഭവനത്തോടും പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. പുറകോട്ട് നോക്കരുത്, ഓടിപ്പോക. പുറകോട്ട് നോക്ക, ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക. അപ്പോൾ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുവാന്റെ കോണം ഒരു രക്ഷാമാർഗം ദൈവം ഒരുക്കിയിരിക്കുന്നു. ആ രക്ഷാമാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ഏക രക്ഷാമാർഗം. പ്രീസലോ, ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴും യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് എന്നുള്ളതിനെ ഉയർത്താതെ വണ്ണം നമുക്ക് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്ന് ദൈവം ഇച്ഛിച്ചിട്ട് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന് 40-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നത്. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. നിനയാത്ത നാഴികയിൽ
മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. അപ്പോൾ യേശുക്രിസ്തു വരുന്നതായ സമയം നമുക്കറിയത്തില്ല. ദിനയാത്ര നാഴിയും നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരുപക്ഷെങ്കിൽ ഇന്ന് നാം ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കാഹള ശബ്ദം നമുക്ക് നമ്മുടെ കാതുകളിൽ കേൾക്കുവാനൊക്കെ സാധിക്കും. പ്രീസ് ലോർഡ്. ഒരുപക്ഷെങ്കിൽ നാം ഇന്ന് ആ രാത്രിയിലെ നല്ല ഉറക്കത്തിലായിരിക്കാം, ഒരുപക്ഷെങ്കിൽ നാളെ പ്രഭാതത്തിലായിരിക്കാം, ഒരുപക്ഷെങ്കിൽ നമ്മുടെ ആയുസിന്റെ അസ്തമിക്കുന്നതിന് മുൻപായിരിക്കാം, ഒരുപക്ഷെങ്കിൽ നമ്മുടെ തലമുറകളുടെ ആയുസ് കാലത്തിലായിരിക്കാം കർത്താവ് വരുന്നത്. എപ്പോഴാണ് നമുക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. അപ്പോൾ ഏത് സമയത്തും കർത്താവ് വരാം. ആ കർത്താവിന്റെ കാഹള ശബ്ദം എപ്പം വേണമെങ്കിലും നമ്മുടെ കാതുകളിൽ കേൾക്കാം. അതിനുവേണ്ടി നാം ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും അതിപ്രധാനമായ വിഷയം എന്ന് പറയുന്നത്. നാം ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും 1 Thessalonians 5-ാം അധ്യായത്തിന്റെ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നു, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അഥവാ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരുന്നു. നമുക്കറിയാം, ഒരിക്കൽ പോലും കള്ളന് നമ്മളോട് മുന്നറിയിപ്പ് തന്നിട്ട് നമ്മുടെ ഭവനം തുറന്ന് മോഷ്ടിക്കുവാനായിട്ട് വരികയില്ല. കള്ളൻ വരുന്നത് നാം നല്ല ഗാഠനിദ്രയിലായിരിക്കുമ്പോഴാണ്. ആ അല്ലെങ്കിൽ നമ്മുടെ ഭവനം നമ്മൾ ലോക്ക് ചെയ്ത് പുറത്തു പോയിരിക്കുന്ന ഒരു സമയത്ത് നാം ഇല്ല എന്നുള്ളതായിരിക്കുന്നത് അവന് സുരക്ഷിതമെന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് മാത്രമേ കള്ളൻ വന്ന് മോഷണത്തിന് വേണ്ടി വീട് തുറക്കുവാൻ വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ പറയുന്നു, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് പറഞ്ഞാൽ സമയം അറിയാൻ നിശ്ചയമില്ല. ഏത് സമയത്തെന്ന് നമുക്ക് നിശ്ചയമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. ദൈവചനത്തിൽ നമുക്ക് വായിക്കുന്നു, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. അപ്പോൾ ഏത് സമയത്തും യേശു കർത്താവിന്റെ മടങ്ങിവരവ് നടക്കാം. നമുക്കറിയാം, യുദ്ധകാഹളങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു 3-ാം ലോകമഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമാണ്, ഇന്ന് പശ്ചിമേഷ്യയിലും മറ്റും നടക്കുന്നതായ സംഭവവികാസങ്ങളൊന്നും യാദൃച്ഛികമല്ല. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടക്കുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയും കാണുമ്പോൾ ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു, നാളും നാഴികയും അറിയാൽ നാളെ നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. നാം ഏത് സമയത്തും കർത്താവിന്റെ വരവ് നടക്കാം. ഒരു കാര്യം ശരിയാണ്, ഒരു 3-ാം വേൾഡ് വാർ വരുന്നതിന് മുൻപ് യേശു കർത്താവ് തന്റെ സഭയെ ചേർക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ദൈവവചന പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഇന്ന് നടക്കുന്ന സകല സംഭവങ്ങളും നമ്മെ അതാണ് വെളിപ്പെടുത്തി തരുന്നത്, അതാണ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ പ്രാണപ്രിയനായിരിക്കുന്ന നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി നാം ഒരുങ്ങി വിശുദ്ധിയോടെ കാത്തിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ നാം വായിച്ച കുറിവാക്യത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ബന്ധപ്പെടുത്തിയും കാത്തിരുന്നും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനം നയിക്കണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ആ വരവിനെ കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് ഒരു വിശുദ്ധ ജീവനം നയിക്കണം. ദൈവമക്കളെ, നമ്മൾ 2 രാജ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ദൈവവചനം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ 2 കൂട്ടരുടെയും ടൈം സോണിന് വ്യത്യാസമുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഏത് സമയത്ത് കർത്താവ് വരുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ഭൂഖണ്ഡത്തിന്റെ മറുഭാഗത്ത് അഥവാ അമേരിക്കയിലോ കാനഡയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രഭാതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്.
അപ്പൊ നോക്കിയേ, ആ സമയം ടൈം സോണുകൾ വ്യത്യാസമുണ്ട്. പക്ഷേ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ അതേ, ഒരു കൂട്ടര് ഒരു സ്ഥലത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരു കൂട്ടര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, ഇങ്ങനെ ഏത് പ്രവൃത്തിയിൽ നാം ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിലും യേശു ക്രിസ്തുവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും അവന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കപ്പെട്ടതായിരിക്കുന്ന അവന്റെ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കപ്പെട്ട് അവനെ എതിരേൽക്കുവാനായി എടുക്കപ്പെടുമെന്ന് നമുക്ക് തിരുവഴുത്തിൽ നമുക്ക് കാണുവാനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പ്രീസലോ, നോക്കിയേ, ഇവിടെ നമുക്ക് ഈ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് അഥവാ രണ്ടാമത്തെ വരവിന്റെ ഒന്നാമത്തെ ഘട്ടം എന്നുള്ള വായിക്കുന്ന വിഷയത്തിൽ നാം ചിന്തിക്കുമ്പോൾ നാം വായിച്ചതായ വേദഭാഗങ്ങളൊക്കെയും അതിനോടുള്ള അയക്കുന്നതായ രണ്ട് ഭാഗങ്ങളോടുള്ള അയക്കുന്ന അത് ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്യങ്ങളാണ് നാം ഇത്രയും സമയം നമ്മൾ വായിപ്പാൻ ചിന്തിപ്പാൻ കൊണ്ടിയായിട്ടുള്ളത്. നമുക്കറിയാം, യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് തന്റെ മരണത്തെക്കുറിച്ചും തന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും തന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചും അതേപോലെ തന്നെ തന്റെ മടങ്ങിവരവിനെ കുറിച്ചൊക്കെ താൻ അവരോട് പഠിപ്പിച്ചതായ സമയത്ത് അവര് യേശുക്രിസ്തുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ചോദിച്ചത്. ഗുരു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണ്? അങ്ങനെ ചോദിക്കാൻ ഒരു ചോദ്യത്തിന് ഒരു കാരണമുണ്ട്. കാരണം മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലാണല്ലോ ഞാൻ പറഞ്ഞ് 23-ാം അധ്യായത്തിന്റെ അവസാനത്തെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് യെരൂശലേമിനെ നോക്കി വിലപിക്കുന്ന ഒരു വിലാപഗീതം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന് 37 മുതൽ 24-ന്റെ 2 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്നതായ 3 പ്രധാനമായിരിക്കുന്ന പ്രവചന വിഷയങ്ങൾ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും വരവിനോടുള്ള ബന്ധത്തിൽ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അടുത്ത 38-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ പ്രവചനം പറയുകയാണ്: നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. 2-ാമത്തെ പ്രവചനം: കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. ഇനി 3-ാമത്തെ പ്രവചനം 24-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ ഈ 23-ാം അധ്യായത്തിന്റെ 37 മുതൽ 24-ന്റെ 2 വരെയുള്ള വാക്യങ്ങളിൽ 3 അതിപ്രധാനമായ പ്രവചന വിഷയങ്ങൾ യേശുവിനോട് പറയുകയാണ് ശിഷ്യന്മാർ. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിക്കുന്നതിന് മുൻപ് യേശു ഈ യെരൂശലേമിനെ നോക്കി കരയുക. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല, നിങ്ങളുടെ ഭവനം ശൂന്യമായി തരും. കണ്ടോ? അപ്പോൾ യേശുക്രിസ്തുവിന് ഈ ജനത്തെ ചേർക്കുവാൻ കൊണ്ടും മനസ്സായിരുന്നു. ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ സ്വന്തത്തിലേക്ക് യേശു കർത്താവ് വന്നു, സ്വന്തമായത് പക്ഷെ അവനെ കൈക്കൊണ്ടില്ല. അതിനുള്ള ബന്ധത്തിലാണ് ഇവിടെ യേശു കർത്താവ് പറയുന്നത്: യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നവളെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അപ്പോൾ യേശുക്രിസ്തു അവരുടെ ഇടയിലേക്ക് വന്നത് അവരെ ചേർക്കുവാൻ വേണ്ടിയാണ്, അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവർക്ക് മനസ്സായില്ല. എന്നിട്ട് പറയാണ്: നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. 3-ാമത്തെ വിഷയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ഈ ദേവാലയം ഇടിഞ്ഞു കളയപ്പെടും.
ഈ 3 പ്രവചന വിഷയങ്ങൾ യേശു കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ 3-ാമത്തെ വാക്യത്തിൽ അവൻ ഒരു മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ അടയാളം എന്താണ് എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കാൻ കാരണം യേശു യെരൂശലേമിൽ അഥവാ നിന്നുകൊണ്ട് പറഞ്ഞയക്കുന്ന ഈ പ്രവചന വിഷയങ്ങൾ നിമിത്തമാണ് പറഞ്ഞത്. യെരൂശലേമെ നോക്കി കരഞ്ഞുകൊണ്ട് യേശു പ്രസ്താവിച്ച പ്രസ്താവന. അതിനെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കണം, അതെപ്പോൾ സംഭവിക്കും? യേശു പറഞ്ഞല്ലോ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കൊണ്ട് ഇത് ഇടിഞ്ഞു പോകുമെന്ന്. അതെപ്പോൾ സംഭവിക്കും? 2, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? അപ്പോൾ നിന്റെ വരവിന്റെ അടയാളം എന്താണ്? അതാണ് 2-ാമത്തെ ചോദ്യം. അപ്പോൾ നോക്കി, ഒന്ന് അവർക്കറിയേണ്ടത് ഈ 46 സംവത്സരം കൊണ്ട് ഹെരോദാവ് പുതുക്കിപ്പണിതായിരിക്കുന്ന ഈ യെരൂശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എപ്പോൾ ഇടിഞ്ഞു പോകും? 2, നിന്റെ വരവ് എപ്പോൾ സംഭവിക്കും? അപ്പോൾ നോക്കിയേ, അതിൽ അവരുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് യേശു ചോദിച്ച ഉത്തരത്തിന്റെ ഉത്തരം നമുക്കറിയാം. AD 70 തീത്തോസിന്റെ നേതൃത്വത്തിൽ വന്നതായിരിക്കുന്ന സൈന്യം യെരൂശലേമിനെ വളയുകയും ആ യെരൂശലേമിനെ ചുറ്റും വാട കോരുകയും അഥവാ അതിനെ നിരോധിക്കുകയും ചെയ്തിട്ട് ആ യെരൂശലേമിന്റെ ചുറ്റും അതിൽ പൊളിച്ച് യെരൂശലേമിൽ പ്രവേശിക്കുകയും യെരൂശലേമിലുള്ളതായിരിക്കുന്ന ജനത്തിൽ 1,36,500 പരം ആളുകളെ വാളുകൊണ്ട് കൊന്ന് അവരുടെ രക്തം കുതിരയുടെ കടിവാളോളം ഉയരത്തക്കവണ്ണം യെരൂശലേമിന്റെ തെരുവീതിയിൽ രക്തമൊഴുകുകയും അവരുടെ അഭിമാന പാത്രമായിരുന്ന യെരൂശലേം ദേവാലയം ഒരു പടയാളി തീപ്പന്തം എടുത്തു എറിഞ്ഞ് യെരൂശലേം ദേവാലയം കത്തി അത് ചാമ്പലായി ദേവാലയത്തിലേക്ക് വീഴുവാന്റെ കോണിടയിൽ തീർന്നു. 2000-ൽ പരം ഭക്തിയുള്ള പുരുഷന്മാർ യെരൂശലേം ദേവാലയത്തിൽ അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു രക്ഷയ്ക്ക് വേണ്ടി മശിഹായെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ തീ മുകളിൽ നിന്ന് കത്തി അമർന്ന് താഴോട്ട് വീഴുന്ന തീയിൽ അവർ കത്തി ചാമ്പലായിട്ട് ആ ദേവാലയത്തിൽ തീർക്കപ്പെട്ടു. യെരൂശലേം ദേവാലയത്തിന്റെ കല്ലുകൾ ആനകളെ ഉപയോഗിച്ച് ആ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം റോമൻ സൈന്യം അതിനെ ഇടിച്ചു കളയുവാൻ കൊണ്ടേത്. വലിയ കലപ്പ വെച്ച് ആനകളെ ഉപയോഗിച്ച് യെരൂശലേം ദേവാലയത്തിന്റെ കല്ലുകൾ ഒന്നിനോടൊന്ന് ചേരാതെ വണ്ണം പിടിച്ചു കളഞ്ഞു. മാത്രമല്ല, അവരുടെ യെരൂശലേം പട്ടണത്തിലുള്ള അയക്കുന്ന സകല ഭവനങ്ങളും അവർ കൽക്കുന്നുകളാക്കി മാറ്റപ്പെട്ടു. അവർ ലോകമെങ്ങും ചിതറപ്പെട്ടു. നമ്മുടെ കൊച്ചു കേരളത്തിലും അവർ വന്ന് പാർക്കുവാനെത്തുന്നു. ഞാൻ പറഞ്ഞത്, അവർ എവിടെയെല്ലാം പോയോ ആ രാജ്യങ്ങളിലെല്ലാം അവർ പീഡിപ്പിക്കപ്പെട്ടു. ലോകത്തിൽ മാത്രം പീഡിപ്പിക്കപ്പെട്ട ഒരു ജാതി വേറെയില്ല. അതിന് കാരണം എന്താണ്? അവരെ രക്ഷിപ്പാനായി അവരുടെ അടുക്കലേക്ക് വന്ന പ്രാണപ്രിയനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ ഇപ്രകാരമാണ് പറഞ്ഞത്, അവനെ ക്രൂശിക്കുക, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അവർ ആ പറഞ്ഞ വാക്ക് അക്ഷരപ്രകാരം നിവർത്തിക്കപ്പെടുവാനിടയായത്. നോക്കിയേ, ദീർഘനൂറ്റാണ്ടുകൾ അവർക്ക് ഒരു രാജ്യമില്ലാതെ, രാജാവില്ലാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ ചിതറപ്പെട്ടു പോകുവാൻ്റെ കൊണ്ടേത്. അവരെവിടെയെല്ലാം ചെന്നോ അവിടെയെല്ലാം അവർ പീഡിപ്പിക്കപ്പെട്ടു. പീഡനങ്ങൾ കൊണ്ട് അവർ പൊറുതിമുട്ടുവാനിടയായിരുന്നു. നമുക്കറിയാം, ഹിറ്റ്ലറൊക്കെ
എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഗ്യാസ് ചേമ്പറിൽ കൊന്നത്. രക്തമറിയ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് രാജ്ഞി എത്രയോ ആയിരക്കണക്കിന് യഹൂദന്മാരെയാണ് കൊന്നത്. റഷ്യയിൽ എത്രയോ ആയിരക്കണക്കിന് യഹൂദന്മാരാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യഹൂദന്മാർ കൂട്ടമായി കൊല്ലപ്പെടുവാനിടയായി തീർന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം, അവരെ രക്ഷിപ്പാനായിട്ട് വന്ന യേശു കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞതിനാൽ യേശുവും അവരെ തള്ളിക്കളഞ്ഞു. നമ്മൾ മുമ്പേ വായിച്ചല്ലോ, ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ യേശു ക്രിസ്തുവിനെ അവർ കൈക്കൊള്ളാഞ്ഞതിനാൽ അവരവനെ തള്ളിക്കളയാൻ വേണ്ടിയായി തീർന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വരവിനെ കുറിച്ച്, അഥവാ ഇവർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് റോമാലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, യേശു ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ജാതികളായിരുന്നതായ, വെറുംപറമ്പിൽ കിടന്നതായിരുന്ന, പുറജാതിക്കാരായിരുന്ന നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നിത്യജീവൻ പ്രാപിക്കുവാനും നിത്യരക്ഷ അനുഭവിപ്പാനും ആ കർത്താവിന്റെ വരവെങ്കിൽ അവനോടുകൂടി എടുക്കപ്പെടുവാനായി ഒരുങ്ങുവാനും കർത്താവ് ഇടയാക്കി തീർത്തത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യാസമയത്ത്, ഈ രാത്രി സമയത്ത് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ള കാര്യം, യഹൂദൻ അവൻ തള്ളിക്കളഞ്ഞപ്പോൾ, യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ പുറജാതിക്കാരായിരുന്നു നമുക്ക് രക്ഷയ്ക്ക് ഹേതുവായി തീർന്നു എന്ന് നമുക്ക് കാണുവാനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. റോമാലയത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണുവാനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. കാട്ടൊലിവായിരുന്നു നമ്മളെ, നാട്ടൊലിവിനോട് പൊട്ടിച്ചേർക്കുവാന്റെ കൊണ്ട് ദൈവത്തിന് പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ഒന്നാമത്തെ വരവ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. യഹൂദനവനെ തള്ളിക്കളഞ്ഞു, ജാതികളായിരുന്നു നമുക്ക് രക്ഷയ്ക്ക് അത് കാരണമായി തീർന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത്, യഹൂദനാകട്ടെ, യവനാകട്ടെ, ദാസനാകട്ടെ, സ്വതന്ത്രനാകട്ടെ, ഏത് ജാതിയിലും ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലുമുള്ളതായിരിക്കുന്ന സകല ജനവിഭാഗത്തിന്റെ ഇടയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് അവന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരും യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചില വേദഭാഗങ്ങൾ നമുക്ക് അതിനോളമത്തിൽ നമുക്ക് കാണുവാൻ്റെ കൊണ്ട് സാധിക്കുന്നതായ ചില വേദഭാഗങ്ങൾ ഞാൻ ഇവിടെ ഓർപ്പിക്കുവാൻ്റെ കൊണ്ട് ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ അതിന്റെ 42-43 വാക്യത്തിൽ, 21-ന്റെ 42-43 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അവർ അവനോട്, യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. നോക്കിയേ, യഹൂദ ജാതിയോട് പറയുകയാണ്, പറയാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത്, അഥവാ യഹൂദന്റെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കും. ദൈവങ്ങളെ, അതുകൊണ്ടാണ് നമുക്ക് ഈ രക്ഷ ഇന്ന് അനുഭവിക്കുവാൻ്റെ ഗുണം, ഭാഗ്യം ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ്റെ ഗുണം സാധിക്കുന്ന. പ്രീസലോ, നാം യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ അതിന്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് കാണുവാൻ്റെ ഗുണം സാധിക്കുന്നത്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി ചായ്ക്കുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വേദഭാഗം വരുമ്പോൾ, അതിന് മൊത്തം വായിക്കാൻ സമയം എടുക്കുന്നില്ല. അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. നിങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക. അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണം തീക്കിരയായി, നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു, അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കും. നോക്കിയേ, അപ്പോൾ യേശു കർത്താവ് പറഞ്ഞതായിരിക്കുന്ന മത്തായി 23-ന്റെ
37 മുതൽ പറയപ്പെട്ടിരിക്കുന്ന വാക്യത്തിന്റെ ആ പ്രവചന നിവൃത്തി യെശയ്യാ പ്രവചനത്തിൽ കിടക്കുകയാണ്. എന്താ കാരണം? അവിടെ വായിക്കുന്നു, നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിചായിക്കുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരം ചെയ്യിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്നാൽ എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. അങ്ങനെ വന്നിട്ട് അവസാനം പറയുകയാണ്, നിങ്ങളുടെ ഭവനത്തെ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ വായിച്ചേ, നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി, നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നു കളയുന്നു. പിന്നെ അത് അന്യജാതിക്കാർ ഉന്മൂല നാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞതായിരിക്കുന്ന ഈ പ്രവചനം, അതിനെക്കുറിച്ച് പ്രവാചകൻ യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ച പ്രവചനമാണ്. അതാണ് AD 70 നിവർത്തിക്കപ്പെടുവാനിടയായി തീർന്നത്. ദൈവമക്കളെ, ഞാൻ ഓർപ്പിക്കട്ടെ, ആ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ആ പ്രവചന ഭാഗങ്ങൾ നിവർത്തിക്കപ്പെട്ടു എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നല്ലോ. അങ്ങനെ നാം മുൻപോട്ട് കടന്നു പോകുമ്പോൾ മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ യഹൂദന്മാർ ആർക്കുന്ന ഒരു ആർപ്പുണ്ട്. എന്താണ്? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അവർ ചോദിച്ചു വാങ്ങിച്ചതായിരിക്കുന്ന ഒരു ന്യായവിധിയാണ് അവർക്ക് പിന്നത്തേതിൽ AD 70 സംഭവിച്ചത് എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നാം സെഫന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്: ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം, അത് ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവമുള്ള ദിവസം തന്നെ. എന്തോ അത് സിയോനെ ഉഴുതുമറിച്ചു വീടുകൾ ശൂന്യമാക്കി എന്നാണ് അവിടെ താഴ്ത്തു കൊടുത്തിരിക്കുന്നത്. സിയോനെ ഉഴുതുമറിച്ചു വീടുകൾ ശൂന്യമാക്കി. നോക്കിയേ, അപ്പോൾ ഈ പ്രവചനം, ഒന്നാമത്തെ പ്രവചനവും 3-ാമത്തെ പ്രവചനവും നിവർത്തിക്കപ്പെട്ടു. ഏത്? നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുമെന്നുള്ള പ്രവചനവും നിവർത്തിക്കപ്പെട്ടു. പിന്നെ 3-ാമത്തെ പ്രവചനം എന്താണ്? യെരൂശലേമിനെ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതാണ് യെരൂശലേം ദേവാലയം തകർക്കപ്പെടും എന്നുള്ള പ്രവചനവും നിവർത്തിക്കപ്പെട്ടു. എന്നാൽ ഇതിന് രണ്ടിന്റെയും നടുക്ക് കിടക്കുന്ന പ്രവചനം നിവർത്തിക്കപ്പെട്ടിട്ടില്ല. അതെന്താണ്? കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. ആ പ്രവചനം നിവർത്തിക്കപ്പെടുന്നത് എപ്പോഴാകുന്നു എന്ന് ചോദിച്ചാൽ, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിലാണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിലാണ് ആ 3-ാമത്തെ പ്രവചനം നിവർത്തിക്കപ്പെടുന്നത്. അഥവാ യേശു പറഞ്ഞ ക്രമം അനുസരിച്ചാണ് 2-ാമത്തെ പ്രവചനം. അഥവാ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്നുള്ള പ്രവചനം നിവർത്തിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. ആ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് സഖറിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലാണ്. 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. അടുത്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സഖറിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കിയേ, അവൾ അവര് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായി കടന്നു വരുമ്പോൾ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും
അവരഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം, ഭക്തികെട്ടവർ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം, ഭക്തികെട്ട ഭാവികൾ തന്നെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്നുള്ള വായിക്കുന്ന ആ പ്രവചന പ്രകാരം യേശുക്രിസ്തുവും തന്റെ വിശുദ്ധന്മാരും കൂടെ അതേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതേ ആ വരവ് മഹത്വ പ്രത്യക്ഷത അവർ കാണുവാന്റെ കോണമിടിയായി തീരുമെന്ന് തിരുവഴുത്ത് നമുക്ക് കാണുവാനെ കൊണ്ട് സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമീൻ. നോക്കി, ഇവിടെ വ്യക്തമായി പറയുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആ മടങ്ങി വരവെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ആ മഹത്വ പ്രത്യക്ഷതയിൽ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ സമയത്ത് അവനെ കുത്തിത്തുളച്ചവരായിരിക്കുന്ന, അല്ലെങ്കിൽ അവനെ ആക്രോശിക്കുവാൻ വേണ്ടി ആക്രോശിച്ചതായിരിക്കുന്ന ഇസ്രായേൽ ഗോത്രം അവരെ കാണും. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും, അഥവാ അവർ ഗോത്രമായി വിലപിക്കുമെന്ന് നമ്മൾ സക്കറിയ പ്രവചനം വായിക്കുന്നു. ദാവീദ് ഗോത്രം വേറെ, അതേ നാഥാൻ ഗോത്രം വേറെ, ഗോത്രമായി വിലപിക്കും. സ്ത്രീജനം വേറെ, പുരുഷന്മാർ വേറെ, ഇങ്ങനെ അത് വിലപിക്കുമെന്ന് നമ്മൾ കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ അതേ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ മഹത്വ പ്രത്യക്ഷതയിൽ ഇസ്രായേൽ ജനം ഒന്നടങ്കമായിട്ട് യേശുക്രിസ്തുവിന്റെ കുത്തിയവങ്കിലേക്ക് നോക്കുമ്പോഴാണ് ഈ പ്രവചനത്തിൻ്റെത്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്നുള്ള പ്രവചനം നിവർത്തിക്കപ്പെടുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. നമ്മളവിടെ ഈ ആവർത്തന പുസ്തകത്തിന്റെ 28-ാം അധ്യായത്തിന്റെ 3 മുതൽ 57 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ ഈ തള്ളിപ്പറച്ചിലിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുന്ന കാര്യമാണ്. ഇച്ചിരൂടെ മുൻപേ വായിക്കേണ്ടതായിരുന്നു എങ്കിലും ഞാൻ ആ വിഷയം ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കട്ടെ. നമുക്ക് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 53 മുതൽ 57 വരെയുള്ള വാക്യം. 53 മുതൽ അവർ നിന്നെ നിരോധിക്കും, ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിലും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭഫലമായ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും. അടുത്തത്, നിന്റെ മധ്യേ മൃദു ശരീരിയും മഹാസുഖഭോഗിനിയും ആയിരിക്കുന്ന മനുഷ്യൻ തൻ്റെ സഹോദരനോടും തൻ്റെ മാർവിടത്തിലെ ഭാര്യയോടും തനിക്ക് ശേഷിക്കുന്ന മക്കളോടും ലുപ്തനായി അവരിൽ ആർക്കും താൻ തിന്നുന്ന തൻ്റെ മക്കളുടെ മാംസത്തിൽ ഒട്ടും കൊടുക്കുകയില്ല. ശത്രു നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിലും അവന് ഒന്നും ശേഷിച്ചിരിക്കുകയില്ല. ദേഹമാർദ്ദവം കൊണ്ട് കോമളത്വം കൊണ്ടും തൻ്റെ ഉള്ളങ്കാൽ നിലത്ത് വയ്പാൻ മടിക്കുന്ന തന്നുങ്കിയും സുഖഭോഗിനിയുമായ സ്ത്രീ തന്റെ മാർവിടത്തിലെ ഭർത്താവിനും തൻ്റെ മകനും മകൾക്കും തൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്ന മറുപിള്ളയെയും താൻ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊടുക്കാതെ വണ്ണം ലുപ്തയായി ശത്രു നിന്റെ പട്ടണങ്ങളിൽ നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിലും സകല വസ്തുക്കളുടെയും ദുർലഭത്വം നിമിത്തം അവൾ അവരെ രഹസ്യമായി തിന്നും. അത്ര വരാൻ പോകുന്നതായ ന്യായവിധിയെ കുറിച്ച് തന്നെ ആവർത്തന പുസ്തകത്തിൽ മോശ മുഖാന്തരം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. എന്ന് പറഞ്ഞാൽ
എന്നിട്ടും അവർ തങ്ങളുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടതായിരിക്കുന്ന എന്നെ പോലെ ഒരു പ്രവാചകനെ അതേ നിങ്ങളുടെ അടുക്കിലേക്ക് ദൈവം അയക്കുമെന്ന് പറഞ്ഞിട്ടും ആ പ്രവചനത്തിന്റെ നിവൃത്തി പ്രകാരം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച് യേശുക്രിസ്തു അവരുടെ മധ്യത്തിലേക്ക് വന്ന് അവരോട് സുവിശേഷം പറഞ്ഞിട്ട് അത് കേൾക്കാതിരുന്നത് നിമിത്തം അവർ കൈവിടപ്പെട്ടു പോവുകയും ശത്രുക്കൾ അവരുടെ രാജ്യത്തെ നിരോധിക്കുകയും അങ്ങനെ ആ നിരോധന മധ്യത്തിൽ അവർക്ക് ആഹാരം ലഭിക്കാതെ വണ്ണം സ്വന്തം മക്കളുടെ മാംസം ഭക്ഷിക്കുന്നതായ ഒരു അവസ്ഥ വരുമെന്ന് ആവർത്തന പുസ്തകത്തിൽ മോശ രേഖപ്പെടുത്തി. ഞാൻ ഓർപ്പിക്കട്ടെ, AD 70 അത് അക്ഷരപ്രകാരം നിവർത്തിക്കപ്പെട്ടു എന്ന് ജോസിഫസ് എന്ന് പറയുന്നതായിരിക്കുന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ ജനം അവർക്ക് ഭക്ഷണം ലഭിക്കാതെ വന്നിട്ട് സ്വന്തം മക്കളുടെ മാംസം അവർ ഭക്ഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവമക്കളെ, അപ്പോൾ ദൈവവചനം എത്ര അർത്ഥവത്തായിട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് ഈ രാത്രികാലം നാം ഓർത്തിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രീശ്വരോ, ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നതായ ഒരു കാര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നതായ കാര്യം എന്താണ്? നാം അങ്ങനെ ഒന്നാമത്തെ വരവിനെ കുറിച്ചുള്ള അയക്കുന്ന പ്രവചനത്തിന്റെ നിവർത്തീകരണം മത്തായി സുവിശേഷത്തിൽ പറയപ്പെട്ടത് നിവർത്തിക്കപ്പെട്ടു എങ്കിൽ നിശ്ചയമായിട്ടും യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പ്രവചനവും നിവർത്തിക്കപ്പെടും. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 3 മുതൽ 31 വരെയുള്ള വാക്യങ്ങളും മാത്രമല്ല 24, 25 അധ്യായങ്ങൾ മുഴുവനും നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്ന യേശുക്രിസ്തു തന്റെ രണ്ടാമത്തെ വരവിന്റെ 2 ഘട്ടങ്ങളിലായി നടക്കുന്നതായ വിഷയങ്ങളോട് ബന്ധമുള്ള അയക്കുന്ന അടയാളങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനോട് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? ആ അടയാളമായിട്ടാണ് യേശുക്രിസ്തു അവിടെ ആ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം 1 മുതൽ 13 വരെ, അല്ലെ 3 മുതൽ 13 വരെ 24-ാം അധ്യായം, മത്തായി സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 13 വരെയുള്ള അയക്കുന്ന വാക്യത്തിൽ അവിടെ പ്രധാനമായിട്ട് 10 കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് പറഞ്ഞ് ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി, ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തു തന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറയപ്പെട്ടിരിക്കുന്ന 10 വിഷയങ്ങൾ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. എവിടെ? 3-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയുള്ള വാക്യത്തിൽ ആ ഭാഗങ്ങളെല്ലാം ഞാൻ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ 1-ാമത്തെ ഘട്ടത്തിൽ നിറവേറപ്പെടുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാൻ കൊണ്ട് സാധിക്കും. എന്നാൽ അതിന്റെ രണ്ടാമത്തെ വരവിന്റെ 2-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 14 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങളിൽ 2-ാം വരവിന്റെ 2-ാമത്തെ ഘട്ടം മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വസ്തുതകളാണ്. ഇത് ഇത് നമ്മൾ ഇടകലർത്തിയാണ് പറയപ്പെട്ടിരിക്കുന്നതെങ്കിലും നമ്മൾ ഇങ്ങനെ പഠന സൗകര്യാർത്ഥം ഇതിനെ നമുക്ക് 2ആയിട്ട് വിഭജിക്കാം. യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യമാണ് 24-ാം അധ്യായത്തിന്റെ 3 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ. മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് 24-ാം അധ്യായത്തിന്റെ 14 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ. ആ 24-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, 14-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികളോട് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഓക്കെ, ആ 14-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ അവസാനം വരും. ഇത് മേഘപ്രത്യക്ഷതയുടെ സമാപനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 10 കാര്യങ്ങൾ 3 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ 10 കാര്യങ്ങൾ പ്രധാനമായി പറഞ്ഞതിന് ശേഷം പറയണം അപ്പോൾ അവസാനം വരും. ഇനി 31-ാം വാക്യം നോക്കാം. അവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്
ആ തേജസ്സോടും അതിന്റെ 30 അവസാന ഭാഗം കൂടെ മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടു കൂടി അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അർധികളിൽ നിന്നും അർധി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. നോക്കി, ആ അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, അത് അത് അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും. 30 വാക്യം, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അപ്പോൾ ഇവിടെ 14 വാക്യത്തിൽ പറഞ്ഞു അത് അപ്പോൾ അവസാനം വരും, അഥവാ മേഘപ്രത്യക്ഷതയുടെ അവസാനത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയതിനു ശേഷം അത് 30 വാക്യത്തിൽ പറയുകയാണ്, മഹാതേജസ്സോടും ശക്തിയോടും കൂടെ വരുന്ന മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് യേശു കർത്താവ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും, അപ്പൊ നോക്കി, മേഘപ്രത്യക്ഷതയോളം അഥവാ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുന്ന മേഘപ്രത്യക്ഷതയെ കുറിച്ചാണ് നാം ഈ സമയങ്ങളിൽ ചിന്തിപ്പാനായിട്ട് തീർന്ന. ദൈവം അനുവദിച്ചാൽ അതെ, ആ സിംഗപ്പൂരിൽ ഞാൻ വന്നതിന് ശേഷം നമുക്ക് മഹത്വ പ്രത്യക്ഷത അഥവാ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും 22-ാം അധ്യായത്തിന്റെ 7, 12, 20 വാക്യങ്ങളും ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്നതായ ഭാഗത്തോടുകൂടി അവസാനിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനെ കൊണ്ട് സാധിക്കുന്നത് മേഘപ്രത്യക്ഷതയ്ക്കും മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയിൽ നടക്കുന്നതായ സംഭവ പരമ്പരകളുടെ ഒരു നീണ്ട പട്ടികയാണ് വെളിപ്പാട് പുസ്തകം നടക്കുന്നത്. അത് നമുക്ക് ദൈവം അനുവദിച്ചാൽ അത് സിംഗപ്പൂരിൽ വെച്ച് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിപ്പാന്റെ ഗുണം പഠിപ്പാന്റെ ഗുണം കർത്താവ് സഹായിക്കട്ടെ. അതേപോലെ തന്നെ അതെ, നാം ശ്രദ്ധിക്കുക, നാം ഓർത്തിരിക്കേണ്ടതായ കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയ്ക്ക് അഥവാ വിശുദ്ധന്മാരെ ചേർക്കുവാനുള്ള സമയം ഏറ്റവും സമാഗതമായിരിക്കുന്നു. അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക എന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ ദൈവീക പദ്ധതിക്കായി നമ്മെ തന്നെ കാത്തിരുന്ന് ദൈവത്തിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അതേ എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ 15-ാം അധ്യായത്തിന്റെ 52 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. അതെ, ആ കാഹളം ധ്വനിക്കുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ചെയ്യുന്ന വേളയിൽ നമുക്ക് മുൻപേ വാങ്ങിപ്പോയതായ വിശുദ്ധന്മാർ എല്ലാവരും രൂപാന്തരം പ്രാപിക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കപ്പെടും. എന്നാൽ നാം ജീവനോട് ശേഷിക്കും നാം രൂപാന്തരം പ്രാപിക്കപ്പെട്ട് അവരോടൊന്നിച്ച് ആകാശമേഖലയിൽ അവനെ എതിരേൽക്കുവാനായി എടുക്കപ്പെടും. അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനായി പ്രത്യാശയോടുകൂടെ നമുക്ക് കാത്തിരിക്കാം. അവന്റെ വരവെങ്കിൽ നമ്മൾ ആരും കൈവിടപ്പെട്ടു പോകരുത്. നമ്മൾ വായിച്ച കുറിവാക്യം നമ്മൾ മറന്നു പോകരുത്. പത്രോസിന്റെ 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളാണ് അത്. അതേ, ആ കർത്താവ് കള്ളനെ പോലെ വരും, അഥവാ യേശു ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന്റെ 1-ാമത്തെ ഘട്ടത്തെക്കുറിച്ച് പത്രോസ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. ആ ഭാഗത്തോടുള്ള ബന്ധത്തിലാണ് ഈ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള വേദഭാഗങ്ങൾ ഇത്രയും നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നത്. ഇനിയും അനേക കാര്യങ്ങൾ നമുക്ക് അതിനോട് ബന്ധത്തിൽ പഠിക്കുവാനുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ നമുക്ക് ആ വേദഭാഗം ചിന്തിക്കാം, പഠിക്കാം, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഞാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവിന്റെ ദാസനെ ഒരുക്കി തന്നതിനായി ഞാൻ പ്രത്യേകം വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. Praise the Lord.